2020 എന്ന സംഘടന കിറ്റക്സ് മുതലാളി സാബു ജേക്കബിന്റെ സംഘടനയാണ്. അദ്ദേഹമാണ് ആ സംഘടനയുടെ ജീവാത്മാവും പരമാത്മാവും. എറണാകുളം ജില്ലയിലെ കിഴക്കമ്പലം, ഐക്കരനാട്, മഴവന്നൂർ, കുന്നത്തുനാട് എന്നീ പ്രദേശങ്ങളിലാണ് ഈ സംഘടന അല്പമെങ്കിലും ഉള്ളത്. കേരളത്തിലെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളെയും വെല്ലുവിളിച്ചുകൊണ്ട് ഞങ്ങൾ കേരളത്തിലെ പ്രധാന ശക്തിയായി മാറും എന്നൊക്കെ ഇടയ്ക്കിടയ്ക്ക് സാബു ജേക്കബ് കിറ്റക്സ് മുതലാളി വിളിച്ചു പറയാറുണ്ട്. പക്ഷേ ഒന്നും സംഭവിക്കാറില്ല. ഇപ്പോഴിതാ 2020ക്ക് വമ്പൻ തിരിച്ചടി നേരിട്ടിരിക്കുന്നു. എറണാകുളം ജില്ലയിലാണ് പ്രവർത്തിക്കുന്നത്. എറണാകുളം ജില്ലാ കൺവീനർ തന്നെ രാജിവെച്ചിരിക്കുന്നു. രാജിവെക്കുക മാത്രമല്ല, വളരെ രൂക്ഷമായ വിമർശനമാണ് ഉന്നയിച്ചിരിക്കുന്നത് സാബു ജേക്കബിനെതിരെ, കിറ്റക്സ് മുതലാളിക്ക് എതിരെ. രാജിവെച്ചത് അഡ്വക്കേറ്റ് അസ്ലഫ് പരേക്കടനാണ്, എറണാകുളം ജില്ലാ കോർഡിനേറ്റർ 2020 എന്ന സംഘടനയുടെ. അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ഉണ്ട്. ഫേസ്ബുക്ക് പോസ്റ്റ് നമുക്ക് വായിക്കാം. അതിങ്ങനെയാണ്: പ്രിയമുള്ളവരെ, 2020യിൽ നിന്ന് ഞാൻ രാജിവെക്കുന്നു. വളരെ ചെറിയൊരു കാലയളവിൽ 2020 എറണാകുളം ജില്ലാ കോർഡിനേറ്റർ എന്ന നിലയിലാണ് ഞാൻ പ്രവർത്തിച്ച് വന്നിരുന്നത്. എൻ്റെ പൊതുപ്രവർത്തന ജീവിതത്തിലെ ഒരു തെറ്റായ തീരുമാനമായാണ് 2020യുടെ കൂടെ പ്രവർത്തിച്ച ഈ കാലയളവിനെ ഞാൻ കണക്കാക്കുന്നത്. പൊതുപ്രവർത്തകർക്കും ചിലപ്പോൾ തെറ്റുകൾ പറ്റാം. പക്ഷേ ആ തെറ്റിനെ ന്യായീകരിച്ച് ജനങ്ങളെ വഞ്ചിക്കാതെ അത് തുറന്ന് സമ്മതിക്കുന്നവനാണ് ജനങ്ങളോട് പ്രതിബദ്ധതയുള്ള യഥാർത്ഥ പൊതുപ്രവർത്തകരെന്നാണ് ഞാൻ പഠിച്ചിട്ടുള്ളത്. ഈ ചെറിയ കാലയളവിൽ തന്നെ എന്താണ് യഥാർത്ഥത്തിൽ 2020 എന്നെനിക്ക് തിരിച്ചറിയാൻ സാധിച്ചു. വ്യവസായി ശ്രീ സാബു എം ജേക്കബ് നേതൃത്വം കൊടുക്കുന്ന 2020യുടെ അധികം ആർക്കും അറിയാത്ത കപട രാഷ്ട്രീയവും ജനവഞ്ചന സമീപനങ്ങളുമായി സമരസപ്പെട്ടു പോകാൻ സാധിക്കാത്തത് മൂലമാണ് 2020യിൽ നിന്ന് ഞാൻ രാജിവെക്കുന്നത്. പുറമെ വർണ്ണക്കടലാസിൽ പൊതിഞ്ഞു ആകർഷകമാക്കിയ കൊടിയ വിഷമാണ് ശ്രീ സാബു എം ജേക്കബിൻ്റെ 2020. ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം എന്നതിലുപരി ഒരു വ്യക്തിയുടെ സ്വാർത്ഥ താല്പര്യങ്ങൾ നടപ്പാക്കാൻ അയാൾ കെട്ടിപ്പൊക്കിയ നുണകളുടെ ചീട്ട് കൊട്ടാരം മാത്രമാണ് 2020. ഇന്നിപ്പോൾ കുന്നത്തുനാടിന് പുറത്തേക്ക് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ മത്സരത്തിന് ഇറങ്ങുന്ന 2020 ഉത്തരേന്ത്യൻ PR ടീമിനെ രംഗത്തിറക്കി കേരളത്തിലെ ജനങ്ങളോട് ഇല്ലാ കഥകൾ പറഞ്ഞും രാഷ്ട്രീയ വിവാദങ്ങൾ ഉണ്ടാക്കിയും ശ്രദ്ധ നേടാനുള്ള ശ്രമമാണ് നടത്തുന്നത്. പതുക്കെ പതുക്കെ സംഘപരിവാറിന്, BJP രാഷ്ട്രീയത്തിന് കേരളത്തിലേക്ക് ചുവടുറപ്പിക്കാനായി സബ് കോൺട്രാക്ട് ഏറ്റെടുത്ത ശ്രീ സാബു എം ജേക്കബിൻ്റെ 2020 എന്ന ഉട്ടോപ്യൻ സ്വർഗലോകത്തിൻ്റെ യഥാർത്ഥ മുഖമെന്താണെന്ന് കേരള ജനതയെ അറിയിക്കാനുള്ള നിയോഗമുള്ളതിനാലായിരിക്കും എൻ്റെ രാഷ്ട്രീയ മൂല്യങ്ങളുമായി യാതൊരു ബന്ധവുമില്ലാത്ത 2020യിൽ ഞാൻ എത്തിച്ചേർന്നത്. ശ്രീ സാബു എം ജേക്കബിൻ്റെ 2020 സ്ലോ പോയിസൺ എന്താണെന്ന് ജനങ്ങളുടെ മുന്നിൽ വരും ദിവസങ്ങളിൽ തുറന്നു കാട്ടാനുള്ള ദൗത്യം ഞാൻ സധൈര്യം ഏറ്റെടുക്കുന്നു എന്ന് അഡ്വക്കേറ്റ് അസ്ലഫ് പാറേക്കാടൻ. ഈ പോസ്റ്റിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം പുറമെ വർണ്ണക്കടലാസിൽ പൊതിഞ്ഞ് ആകർഷകമാക്കിയ കൊടിയ വിഷമാണ് ശ്രീ സാബു എം ജേക്കബിൻ്റെ 2020. ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം എന്നതിലുപരി ഒരു വ്യക്തിയുടെ സ്വാർത്ഥ താല്പര്യങ്ങൾ നടപ്പാക്കാൻ അയാൾ കെട്ടിപ്പൊക്കിയ നുണകളുടെ ചീട്ട് കൊട്ടാരം മാത്രമാണ് 2020. പതുക്കെ പതുക്കെ സംഘപരിവാറിന്, BJP രാഷ്ട്രീയത്തിന് കേരളത്തിലേക്ക് ചുവടുറപ്പിക്കാനായി സബ് കോൺട്രാക്ട് ഏറ്റെടുത്ത ശ്രീ സാബു എം ജേക്കബിൻ്റെ 2020 എന്ന ഉട്ടോപ്യൻ സ്വർഗലോകത്തിൻ്റെ യഥാർത്ഥ മുഖമെന്താണെന്ന് കേരള ജനതയെ അറിയിക്കാനുള്ള നിയോഗമുള്ളതിനാലായിരിക്കും എൻ്റെ രാഷ്ട്രീയ മൂല്യങ്ങളുമായി യാതൊരു ബന്ധവുമില്ലാത്ത 2020യിൽ ഞാൻ എത്തിച്ചേർന്നത് എന്നാണ്. എന്താണ് പറയുന്നത്? ഗുരുതരമായ ആരോപണമാണ് ഉന്നയിക്കുന്നത് എറണാകുളം ജില്ലാ കൺവീനർ 2020യുടെ. വർണ്ണക്കടലാസിൽ പൊതിഞ്ഞ വിഷമാണ് സാബു എം ജേക്കബ് എന്ന കിറ്റക്സ് മുതലാളി പറയുന്നത്. കഴിഞ്ഞ ദിവസം വരെ അദ്ദേഹത്തിനോടൊപ്പം നിന്ന് പ്രവർത്തിച്ച ആളാണ് എന്നോർക്കണം. അതിനുശേഷം പറയുന്നു, സ്വാർത്ഥ താല്പര്യത്തിന് വേണ്ടി മാത്രമാണ് സാബു എം ജേക്കബ് 2020 എന്ന സംഘടന രൂപീകരിച്ചിരിക്കുന്നത് എന്ന് തുറന്നു പറയുന്നു എറണാകുളം ജില്ലാ കോർഡിനേറ്റർ. അതോടൊപ്പം അദ്ദേഹം ഒരു രാഷ്ട്രീയ ആരോപണം കൂടി ഉന്നയിക്കുന്നുണ്ട്. കേരളത്തിലേക്ക് BJPക്ക് കടന്നു വരാനുള്ള വഴിയൊരുക്കാൻ സബ് കോൺട്രാക്ട് എടുത്ത ആളാണ് സാബു എം ജേക്കബ് എന്ന്. ഇത്രയും രൂക്ഷമായ വിമർശനം ഒരു പക്ഷേ ആദ്യമായിട്ടായിരിക്കും 2020 എന്ന സംഘടനയിൽ നിന്ന് ഉയർന്നു വരുന്നത് എന്നോർക്കണം. അത് വല്ലാതെ ഉലയ്ക്കും 2020യെ, സാബു ജേക്കബിനെ എന്ന കാര്യത്തിൽ സംശയമില്ല. എറണാകുളം ജില്ലാ കൺവീനർ എന്ന് പറഞ്ഞാൽ ചെറിയ ആളല്ല. മുസ്ലിം ലീഗിന് സംസ്ഥാന പ്രസിഡന്റാണ് ഏറ്റവും വലിയ ആൾ, അഖിലേന്ത്യാ പ്രസിഡന്റിനേക്കാളും. അതോടൊപ്പം തന്നെ മലപ്പുറം ജില്ലാ പ്രസിഡന്റിന് വലിയ പ്രാധാന്യമുണ്ട്. എന്തുകൊണ്ടാണ്?
അതേപോലെ തന്നെയാണ് എറണാകുളം ജില്ലാ കൺവീനർക്ക് 2020-യിലുള്ള സ്വാധീനം. അങ്ങനെയുള്ള ഒരാളാണ് 2020-യിൽ നിന്ന് പുറത്തു വന്ന് രൂക്ഷ വിമർശനം സാബു ജേക്കബിനെതിരെ ഉന്നയിക്കുന്നത്. ആദ്യമായിട്ടായിരിക്കണം ഇത്ര രൂക്ഷ വിമർശനം സ്വന്തം സംഘടനയിൽ നിന്ന് സാബു ജേക്കബ് നേരിടുന്നത് എന്നത് പ്രധാനപ്പെട്ട വിഷയമാണ്. തൊട്ടടുത്ത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്നു. എറണാകുളത്ത് നിന്ന് കിഴക്കമ്പലത്ത് നിന്ന് വളർന്ന് കേരളത്തിലെ എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും ഭീഷണിയായി വളരും എന്നൊക്കെ പറഞ്ഞ സാബു ജേക്കബും 2020-യും ഇപ്പോഴിതാ അതിൻ്റെ പടിയിറക്കത്തിലേക്കാണ് എന്നതിൻ്റെ സൂചനയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്.